Assalamualaikum, hello everyone, നമസ്കാരം, വെൽക്കം ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. ഇന്ന് നമുക്കൊരു പൊറോട്ടയാലോ. നല്ല നാടൻ കേരള പൊറോട്ട വീശിയടിക്കാണ്ട് തന്നെ നമുക്ക് സോഫ്റ്റായിട്ട് കണ്ടില്ല, നല്ല ലെയറോട് കൂടെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ പൊറോട്ട ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് നോക്കാം വീശാതെ എങ്ങനെ സോഫ്റ്റ് പൊറോട്ട ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസിലോട്ട് കിടക്കാം. ഞാനിവിടെ 1/2 kg, 1/2 കിലോന് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഈ 1/2 kg മൈദക്ക് 1 കപ്പ് വെള്ളമാണ്. 1 കപ്പ് വെള്ളം. പിന്നെ ഓരോ മൈദയും ഡിഫറെൻറ്റ് ടെക്സ്ചർ ആയതുകൊണ്ട് ചിലപ്പോൾ വെള്ളം കൂടുതൽ വേണ്ടി വരും, കുറവ് വേണ്ടി വരും. അങ്ങനെ അത് ആവശ്യാനുസരണം നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണ് ഇവിടെ എടുത്തിട്ടുള്ളത് വെജിറ്റബിൾ ഗീ. നമ്മുടെ പല ബ്രാൻഡുകളിലും കിട്ടും വെജിറ്റബിൾ ഗീ ആയിട്ട്. നാട്ടിലാണെങ്കിൽ ഡാൽഡ പോലത്തെ ഗീ ഉണ്ടാവില്ലേ, അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി അത് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിലോ ഒഴിച്ചാലും മതി. പിന്നെ വേണ്ടത് ഒരു മുട്ട ഒരെണ്ണം മതി. പിന്നെ വേണ്ടത് 2 ടീസ്പൂണ് ഷുഗർ, ടേബിൾ സ്പൂൺ അല്ല, 2 ടീസ്പൂണ് ഷുഗർ, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് പ്രിപ്പറേഷൻസിലേക്ക് കിടന്നാലോ. നമ്മൾ മൈദയിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കുഴി ഉണ്ടാക്കി കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഗീ, പിന്നെ ഒരു മുട്ട പൊട്ടിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര 2 ടീസ്പൂണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് മിക്സാക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസൊക്കെ മിക്സായി വന്നതിന് ശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം മതി. നന്നായി മിക്സാക്കി എടുക്കുമ്പോൾ നമ്മളെ കൈകളിലൊക്കെ നന്നായിട്ടാവും. അപ്പോൾ ഒന്ന് കൈ കഴുകിയതിന് ശേഷം ഒന്നുകൂടെ മിക്സാക്കി എടുക്കാം. അപ്പോൾ കൈയൊക്കെ കഴുകി ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ മാവ് നന്നായിട്ട് മിക്സാക്കി ഇനി ഒരു 3 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേ ആ മാവൊന്ന് നന്നായി സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. 3 മണിക്കൂറിൽ കൂടുതലായാലും കുഴപ്പമില്ല, പക്ഷെ കുറവാവരുത്. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് നെക്സ്റ്റ് പ്രൊസീജിയറിലേക്ക് കിടക്കാം. അതുവരെ ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 3 മണിക്കൂറിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. മാവൊന്നും കൂടെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഈ മാവൊന്ന് പുറത്തേക്ക് എടുക്കാം. ഇത് നിങ്ങൾക്കിത് ഒട്ടിപ്പിടിക്കണം തോന്നുകയാണെങ്കിൽ കുറച്ച് പൊടി പിന്നെ വിതറിയിട്ട് വേണമെങ്കിൽ നമുക്ക് കൈ കൊണ്ട് എടുക്കാവുന്നതാണ്. കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്ത ശേഷം കുറച്ച് പൊടി വിതറിയിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ച് കൊടുക്കാം. നന്നായി തന്നെ കുഴക്കണം കേട്ടോ. നന്നായി എത്രത്തോളം പറ്റുമോ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് കുഴക്കണം, എന്നാലേ സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മൾ ഈ മാവ് എടുക്കുന്നതോടുകൂടെ തന്നെ കുറച്ച് മൈദപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഓയിലും അവിടെ മാറ്റി വെക്കണം, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് എടുക്കാനുള്ളത് കാരണം. അങ്ങനെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു 8 പാർട്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോന്ന് എടുത്തിട്ട് ബോൾ രൂപത്തിലാക്കി എടുക്കാം. കുറച്ച് ഓയിലൊക്കെ ഇതാക്കിയിട്ട് ഇങ്ങനെ കൈയോടെ നന്നായിട്ട് ഉരുട്ടി ബോൾ രൂപത്തിലാക്കിയിട്ട് ഇടയ്ക്കൊന്നും എണ്ണ തടവിയിട്ട് ഓരോന്നായിട്ട് നമുക്ക് പാത്രത്തിൽ ഇങ്ങനെ നിരത്തി വെക്കാം. അങ്ങനെ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 1 മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം അടുത്ത പ്രൊസീജിയർ കാണിക്കാം. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നല്ല എണ്ണയൊക്കെ ആയിട്ട് സോഫ്റ്റായിട്ട് മാവ് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉരുളകൾ എടുക്കാം. കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് മാക്സിമം എത്ര പറ്റുമോ അത്രത്തോളം നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മാക്സിമം
വൈഡാക്കിയിട്ട് തിന്നാക്കിയിട്ട് എത്രത്തോളം പരത്താൻ പറ്റുമോ അത്രത്തോളം പരത്തിയെടുക്കുക. പൊട്ടിയാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ മാക്സിമം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെറുതാക്കിയിട്ട് എത്രത്തോളം കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കട്ട് ചെയ്തതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ അത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുരുട്ടിയെടുക്കാം. അങ്ങനെ രണ്ടാമത്തതും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയറിനെ നന്നായി സ്ട്രിപ്സ് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത സ്ട്രിപ്സുകൾ നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മടക്ക് പോലെ ആക്കിയിട്ട് വേണം ചുരുട്ടിയെടുക്കാൻ. അപ്പോൾ ആ മടക്കാണ് നമുക്ക് ലാസ്റ്റായിട്ട് ആ ലെയർ പോലെ കിട്ടുക. അങ്ങനെ നമ്മുടെ 9 പൊറോട്ടയ്ക്കുള്ള പൂവുകൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കൈ കൊണ്ട് തന്നെ പരത്തിയാൽ മതി. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അങ്ങനെ പൊറോട്ട ചുടാനുള്ള കല്ല് നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പൊറോട്ട ഇട്ട് കൊടുക്കാം. ഫസ്റ്റത്തെ പൊറോട്ട ഇട്ടതിന് ശേഷം ഒരു 30 സെക്കൻഡ് മാത്രം വെച്ചിട്ട് നമുക്ക് തിരിച്ചിടാം. എണ്ണ വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ പൊറോട്ട നമുക്ക് കയറിയിട്ടുണ്ട്. പരത്തുമ്പോൾ തന്നെ നമുക്കറിയാം കണ്ടോ ലെയർ കാണുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 9 പൊറോട്ടയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയാണ് ലാസ്റ്റത്തെ ഇഷ്ടമില്ലാത്ത പണിയാണത് ശരിക്കും പറഞ്ഞാൽ, ഈ പൊറോട്ട ഇങ്ങനെ അടിച്ചെടുക്കൽ. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒരുവിധം അടിച്ചെടുത്തിട്ടുണ്ട്. ഉണ്ടോ ലെയർ പോലെ നിങ്ങൾക്ക് ഇത് തന്നെ മനസ്സിലാക്കുക. അങ്ങനെ തനി നാടൻ കുരുമുളക് ഇട്ട് വരട്ടിയ ബീഫിൻ്റെ കൂടെ നല്ല ചൂടുള്ള ലെയറുള്ള വീശാതെ തന്നെ ഉള്ള വീശിയ പോലത്തെ പൊറോട്ട റെഡിയായി. വേറെ എന്ത് വേണം നമ്മൾ മലയാളികൾക്കല്ലേ? അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള പുതിയ റെസിപ്പീസുമായി വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.